കൽപ്പറ്റയിൽ വികസനം മുൻനിർത്തി തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മത്സര രംഗത്തേക്ക് ഇറങ്ങുന്നത്. RJD നേതാവ് PK കുമാറാണ് കൽപ്പറ്റയിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി. സ്ഥാനാർത്ഥിക്കൊപ്പം PV ജോഷില ചേരുന്നു. കൽപ്പറ്റയിൽ ഇത്തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗോദയിലേക്ക് ഇറക്കുന്നത് RJD സംസ്ഥാന സമിതി അംഗം PK അനിൽകുമാറിനെയാണ്. അനിൽകുമാർ നമ്മുടെ കൂടെയുണ്ട്. ഇത്തവണത്തെ മത്സരം എങ്ങനെയായിരിക്കും? അല്ല, ഇത്തവണത്തെ മത്സരം കൽപ്പറ്റയെ സംബന്ധിച്ച് ഇവിടെ വിജയം 100% ഉറപ്പാണ്. കാരണം നിരവധി, നിങ്ങൾക്കറിയാം, വർഷങ്ങളായിട്ട് ഈ ഗതാഗത തടസ്സം, അതായത് ചുരത്തിലെ ബ്ലോക്ക്, ചുരത്തിന് ബദൽ എന്നുള്ളത് വയനാട്ടുകാരുടെ വളരെ നിരന്തരം ഉള്ള ആവശ്യമായിരുന്നു. അത് യാഥാർത്ഥ്യമാവുന്നു എന്നതിന് തുരങ്കപാത വരികയാണ്. ആരും സ്വപ്നത്തിൽ പ്രതീക്ഷിക്കാത്ത ഒരു പദ്ധതിക്ക് അനുമതി കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ പദ്ധതി പണി തുടങ്ങിയിരിക്കുകയാണ്. അതുപോലെ നിരവധി കാര്യങ്ങൾ, വയനാടിന് എന്താണോ ആവശ്യം അതുപോലത്തെ കാര്യങ്ങൾ കൊടുത്ത ഒരു സർക്കാരാണ് 10 വർഷം കേരളം ഭരിച്ച ഇടതുപക്ഷ സർക്കാർ. ആ സർക്കാരിന് വേണ്ടി ജനങ്ങൾ വോട്ട് ചെയ്യും. അതുകൊണ്ട് വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. വികസനം തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഉറപ്പായും വികസനം തന്നെയാണ്. കാരണം വികസനം ചെയ്തൊരു ഗവൺമെൻറ് ആണല്ലോ. അതുകൊണ്ട് വികസനം തന്നെ പറഞ്ഞ് ഈ വികസനം തുടരാൻ. ഇപ്പോൾ കൽപ്പറ്റയെ സംബന്ധിച്ച് നമുക്കറിയാം, ശ്രേയംസ് കുമാറും ശശിയേട്ടനും MLA ആയപ്പോൾ അതിനുശേഷമുള്ള 5 വർഷം വേറൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഗവൺമെൻറ്റിൻ്റെ പദ്ധതികളല്ലാതെ പ്രാദേശിക വികസനമായിട്ടുള്ള പദ്ധതികൾ ഒന്നും നടക്കാത്ത ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയാണ് കൽപ്പറ്റ. അത് ഗവൺമെൻറ് സഹകരണത്തോടുകൂടി നേടിയെടുത്ത് ഇവിടെ മറ്റ് കോൺസ്റ്റിറ്റ്യുവൻസികളെ പോലെ തന്നെ കൽപ്പറ്റയുടെ വികസനം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ജയിച്ചു കഴിഞ്ഞാൽ ലക്ഷ്യം. കൽപ്പറ്റയുടെ ഒരു സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യം അത് ഇടതുമുന്നണിക്ക് അനുകൂലമായി മാറുന്നുണ്ട് എന്നുള്ളതാണ് നഗരസഭയിലെ തെരഞ്ഞെടുപ്പ് സൂചിപ്പിക്കുന്നത്. അതുപോലെ ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ കൽപ്പറ്റയിലെ ടൗൺഷിപ്പ് അടക്കമുള്ള കാര്യങ്ങൾ അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഭാഗമായുള്ള പ്രചാരണത്തിലേക്ക് ഇതൊക്കെ വരും. അല്ല, ടൗൺഷിപ്പ് നമ്മളുടെ ഒരു പ്രചരണ വസ്തുവല്ല. ടൗൺഷിപ്പ് എന്നുള്ള യാഥാർത്ഥ്യം ജനങ്ങളുടെ മനസ്സിലുണ്ട്. ഒരിക്കലും നമ്മൾ പറയേണ്ട കാര്യമില്ല. അതാണല്ലോ ചൂരൽമലയിൽ അവിടെ ഉണ്ടായിരുന്ന എല്ലാ സീറ്റിലും ലോക്കൽ ബോഡി ഇലക്ഷനിൽ LDF ജയിച്ചത്. അവിടുത്തെ ദുരന്തബാധിതർക്ക് എന്താണ് ഗവൺമെൻറ് ചെയ്തതെന്ന് വ്യക്തമാണ്. നമ്മൾ പ്രചരണത്തിന് ഉപയോഗിക്കാൻ വേണ്ടി ചെയ്തതല്ലല്ലോ. ജനങ്ങൾക്ക് ചെയ്യേണ്ട ഒരു ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വം നിറവേറ്റുകയാണ്. അത് നിറവേറ്റിയ ഗവൺമെൻറ്റാണ്. അത് അവർക്ക് ജനങ്ങൾക്ക് ഉത്തമ ബോധ്യമുണ്ട്. കൽപ്പറ്റയിൽ മത്സരത്തിന് ഇറങ്ങുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വയ്ക്കുന്നത് വികസനം തന്നെയാണ്. ദുരന്ത ബാധിതർക്ക് വേണ്ടി നിർമ്മിച്ച ലോകോത്തര മാതൃകയായ ടൗൺഷിപ്പ് അടക്കം അവരുടെ മുന്നിലുണ്ട്. ക്യാമറാമാൻ അനിൽ കല്യാശ്ശേരിക്കൊപ്പം PV ജോഷില.